ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, 2 വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്, കറുമുറയെ തിന്നാൻ പറ്റിയ സ്നാക്സാണ്. ഒന്ന് പഴം വെച്ചിട്ടും ഒന്ന് പാവക്ക വെച്ചിട്ടുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോ കാണണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. 3 സ്പൂണ് പഞ്ചസാരയും, 1 നുള്ള് ബേക്കിംഗ് സോഡ, മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു മാവ് പരുവത്തിൽ ആക്കിയെടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ഈ വാട്ടർ വേണ്ടത്. അധികം വെള്ളം വേണ്ട, ഈ ഒരു ലെവലിൽ ആക്കിയെടുത്താൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴംപൊരിക്ക് കട്ട് ചെയ്യും പോലെയല്ല കട്ട് ചെയ്യേണ്ടത്, ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. പഴംപൊരിക്ക് കട്ട് ചെയ്യും പോലെയല്ല. ഒരു പഴം രണ്ടായി മുറിച്ചിട്ട് അതിൽ ഓരോ പീസും 4 പീസാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ നടുകെ മുറിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കുക. ഇതുപോലെ എല്ലാ പഴവും ഞാനിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് കപ്സ് ആണ്. ഞാനൊരു 4 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈപ്പക്കയാണ്, പാവക്ക, ഇതും കൂടെ ഞാൻ ഇതേ ആകൃതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം എല്ലാം കൂടെ. നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓരോ പീസ് പഴവും ആദ്യം ഉണ്ടാക്കി വെച്ച മാവിലൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് കപ്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് തിളയ്ക്കുന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം. എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. പഴംപൊരിൻ്റെ രുചിയല്ല, വേറൊരു രുചിയാണിതിന്. ബാക്കി വന്ന മാവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാവക്ക ഇട്ട് കൊടുക്കുക. അത് മാവിൽ നല്ലോണം മുക്കിയെടുത്ത് പഴംപൊരിയൊക്കെ പൊരിച്ചിരിക്കും പോലെ 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കുക. പാവക്കേൻ്റെ രുചിയല്ല, നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാം ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്നാക്സുകളാണ് രണ്ടും. കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.